13 വിലക്കാണ് 14 കൊടുക്കുന്നത്. ഏകദേശം 10-30,000 രൂപേന്റെ ഡയറക്റ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ അതേ പ്രൈസിന് ഫ്രഷ് ഫോണുകളാണ് നമ്മൾ. ഐഫോണിന് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഐഫോണിൽ നമ്മൾ അങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. റുപ്യന്റെ ഡിഫറൻറ്റിലാണ് നമുക്ക്. 16,000 ഡിഫറൻറ്റ്. അതായത് പൊട്ടിക്കാത്ത പീസാണ് നമ്മൾ കൊടുക്കുന്നത്. 16,000 രൂപ സ്ട്രൈറ്റ് നമുക്ക് നേരെ ഡിസ്കൗണ്ടിലാണ് ഇത് തരുന്നത്. വിത്ത് 1 year വാറണ്ടിയിൽ 1000 mAh. അപ്പൊ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ്. ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പെട്ടെന്ന് ചാർജ് ആവും. അതേപോലെ തന്നെ നമുക്ക് 1000 mAh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു മാന്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 2 days 3 days നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂല. 15 വരുന്നുണ്ട്, 14 വരുന്നുണ്ട്, 13 വരുന്നുണ്ട്, 12 Pro, 14 Pro, 13. ഒരു 9,000 നമ്മൾ ഡയറക്റ്റ് നമുക്ക് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് നിത്യ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് നമ്മളെ മൊബൈൽ എന്ന് പറഞ്ഞാൽ. സോ അത് നമുക്ക് പുതിയ മൊബൈൽ നമുക്ക് ഇതാണോ സെക്കൻഡ് ഹാൻഡ് പ്രൈസിൽ തരുന്ന ഒരു കിഡ്ലൻ ഷോറൂമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, മൈ മൊബൈൽ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലീഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ആൻഡ്രോയിഡ് ആയാലും ഐഫോണിലായാലും എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം പുതിയ ഫോണുകളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിലവിൽ ട്രെൻഡിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ്. അത് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഫോണുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ് ഒരു സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസിനാണ് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള വസീമാണ്. വസീമേ, എന്താണ് ഇപ്പൊ ഇത് പരിപാടി? നമ്മൾ എല്ലായിടത്തും പൊട്ടിച്ചു കൊടുക്കാറപ്പോ നമ്മളും പൊട്ടിച്ചു കൊടുക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്നാണ് പറഞ്ഞത് ഈ മൈ മൊബൈലിന്റെ? കാലിക്കറ്റ് എയർപോർട്ട് റോഡിലാണ്, പുളിക്കലങ്ങാടിയിലാണ് മൈ മൊബൈൽ. അപ്പൊ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് പുളിക്കലങ്ങാടിന്റെ സെൻട്രൽ തന്നെ നമ്മളെ മൈ മൊബൈൽ. 4 കിലോമീറ്ററിന് അടുത്തുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് നമുക്ക് നിലവിൽ ഏറ്റവും ട്രെൻഡിങ് ആയ എല്ലാ ഐറ്റംസ് ഫോണുകളുണ്ട്. എല്ലാം നമുക്ക് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഒരു X300 അല്ലേ? നിലവിൽ നമ്മൾ ഫോട്ടോക്കായാലും അതേപോലെ നമുക്ക് വീഡിയോഗ്രാഫിക്കായി ഏറ്റവും ട്രെൻഡിങ്ങും അതേപോലെ തന്നെ നമുക്ക് ഇന്ന് മൊബൈലിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരു പ്രതിസന്ധി തന്നെ പറയാം, ചാർജ് നിൽക്കാത്ത പ്രശ്നം. പക്ഷേ ഈ ഒരു 5600 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നമുക്ക് ബാറ്ററി ബാക്കപ്പും കിട്ടുന്നൊരു ഐറ്റാണ്. സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒറിജിനൽ പ്രൈസ് എത്രയാണ് വരുന്നത്? 82,000. എത്ര രൂപയ്ക്കാണ് നമ്മൾ മൈ മൊബൈൽ കൊടുക്കുന്നത്? ഇത് 12 GB റാമും 512 ഇന്റർണൽ മെമ്മറി ഉള്ളതാണ്. മൈ മൊബൈലിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 65,900. അപ്പൊ എത്ര രൂപയുടെ ഡിഫറൻറ്റിലാണ്? 16,000 ഡിഫറൻറ്റ്. അതായത് പൊട്ടിക്കാത്ത പീസാണ് നമ്മൾ കൊടുക്കുന്നത്. 16,000 രൂപ സ്ട്രൈറ്റ് നമുക്ക് നേരെ ഡിസ്കൗണ്ടിലാണ് ഇത് തരുന്നത്. വിത്ത് 1 year വാറണ്ടിയിൽ. കൂടുതൽ നമുക്ക് വേണമെങ്കിൽ EMI വേണമെങ്കിൽ EMI സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുകൂടെ ബഡ്ജറ്റ് ഫോണുകൾ നോക്കുന്ന ഓപ്പോന് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓപ്പോന്റെ 13 Pro 5G ആണ്. എങ്ങനെയായിരുന്നു അതിന്റെ സ്പെക്ക് ഒക്കെ വരുന്നത്? ഇത് 6500 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. 1000 mAh. അപ്പൊ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ്, ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പെട്ടെന്ന് ചാർജ് ആവും. അതേപോലെ തന്നെ നമുക്ക് 1000 mAh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു മാന്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 2 days 3 days നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂല. എങ്ങനെയാണ് അതിന്റെ മെമ്മറി കപ്പാസിറ്റി? 8 GB റാമും 256 GB ഇന്റർണൽ മെമ്മറിയാണ് വരുന്നത്. ഓക്കെ. ഇത് പുതിയതിന്റെ വില 30,000 രൂപയാണ്. നമ്മൾ മൈ മൊബൈലിൽ കൊടുക്കുന്ന 26,500. എന്താണ് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കാൻ കാരണം? എങ്ങനെയാണ് ഓഫറിൽ കൊടുക്കുകയാണ്? അപ്പൊ സാധാരണക്കാരൻ എല്ലാവർക്കും ഫോൺ അത് മാക്സിമം പ്രൈസിംഗ് ഒക്കെ നല്ലൊരു പ്രൈസ് തന്നെയാണ് മൈ മൊബൈൽ ഉള്ളത്. എന്ന് കരുതി നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കൂടെ തന്നെ നമുക്ക് എന്ന് കരുതി നമുക്ക് ഇതിന് സെക്കൻഡ് ഹാൻഡ് എന്നുള്ളതുകൊണ്ട് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറണ്ടി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു ഫ്രഷിന്റെ അതേപോലെ തന്നെ നമ്മളാണ് ഇത് മാക്സിമം നമുക്ക് പ്രൈസ് കുറച്ചിട്ടങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ? ഇനി പിന്നെ അടുത്ത ഐറ്റം ഏതാണ്? നമുക്ക് റെനോ 15C. അതായത് റെനോ സീരീസ് എന്ന് പറഞ്ഞാല് അതായത് ഇതിന്റെ ഒരു പക്ക ഒരു പ്രീമിയം ലെവല് പ്രീമിയം സീരീസ് ആണ് വരുന്നത് അല്ലെ? ഇതിന്റെ 8 GB റാമും 256 GB ഇന്റർണൽ മെമ്മറിയാണ് ഇത് വരുന്നത്. ഇതും ഏകദേശം 1000 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. 80 watts ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പുതിയതിന് 35,000 ആയിരുന്നു, ഇപ്പൊ 38,000 ആണ് പുതിയതിന്റെ വില. ഇപ്പൊ 38,000 നമ്മൾ ഏകദേശം 28,900 കൊടുക്കുന്നത്. ഏകദേശം ഒരു 9,000 നമ്മൾ ഡയറക്റ്റ് നമുക്ക് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നല്ലൊരു ഓഫറാണ്. സെക്കൻഡ് ഹാൻഡിന്റെ പ്രൈസിന് നമുക്ക് പൊട്ടിക്കാത്ത പീസും ഉണ്ടാവും അല്ലെ? അടുത്ത് നമുക്ക് റിയൽമിന്റെ 16 Pro പുതിയ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് റിയൽമിയിൽ വന്നത്. ഇത് ഏകദേശം 1000 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. 200 MP ആണ് ഇതിന്റെ ബാക്ക് ക്യാമറ. ഇതിന്റെ ഡിസൈനിങ്ങും നല്ല അടിപൊളി ഡിസൈനിങ് ആണ്. പുതിയ മോഡൽ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് റിയൽമി ഇറക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം പുതിയതിന് 37,000 ആണ് പുതിയതിന് വന്നത്. ഇതിപ്പോ നമ്മള് 31,900 31,900. എല്ലാം നമുക്ക് ഒരു 5,000 രൂപന്റെ ഡിഫറൻസ് ആണ് എല്ലാം നമുക്ക് ചെയ്യുന്നത്. അടുത്ത ഐറ്റംസ് പിന്നെ F31 Pro Plus. ഇത് 33,000 പുതിയതിന് വന്നിന്. ഇത് നമ്മൾ 5,000 രൂപ കുറച്ചിട്ടാ കൊടുക്കുന്നത്. 28,000 രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം ബഡ്ജറ്റ് ആണ്. അതിലൊക്കെ നമ്മൾ മാക്സിമം എല്ലാ ഐറ്റത്തിനും 8 GB റാമും
256 GB ഇന്റർണൽ മെമ്മറി വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് എത്ര വരുന്നത്? ബാറ്ററി ബാക്കപ്പ് ഏകദേശം 1000 mAh വരും. 1000 mAh വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോന്റെ അത്യാവശ്യം എല്ലാം നമുക്ക് 1000 mAh ആണ് വരുന്നത് അല്ലേ. സോ അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ആവശ്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കൂടെ തന്നെ നമുക്ക് ഇന്റേണൽ ആയാലും അതേപോലെ തന്നെ സ്പെക്കും അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റാണ്. ഗെയിമിങ്ങിനൊക്കെ പറ്റുന്ന ഫോണാണല്ലോ അല്ലേ. കുഴപ്പമില്ല. സോ നമുക്ക് അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടും, കൂടെ തന്നെ നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റാണ് വരുന്നത്. പിന്നെ ഇത് ഓപ്പോന്റെ F31 29,000 പുതിയതിന്റെ വില. ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് 25,500. 25,500 നല്ല റേറ്റ് നമ്മൾ കുറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് പുറമെ നമുക്ക് ആക്സറീസുകളെല്ലാം നമുക്ക് വരുന്നുണ്ട് അല്ലേ. സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സർവീസ് നമ്മൾ ആപ്പിൾ സർവീസ് ഉണ്ട് മൊബൈലിന്റെ, അതേമാതിരി ആൻഡ്രോയിഡ് എല്ലാ മോഡലും സർവീസ് ചെയ്യും, ആപ്പിളും എല്ലാ മോഡലും സർവീസ് ചെയ്യും. അപ്പോൾ നമുക്ക് സർവീസ് ഉള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ആക്സറീസും ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്താണ് വീണ്ടും നമുക്ക് സാംസങ്ങിൽ A36 ഗാലക്സി സ്നാപ്ഡ്രാഗൺ പ്രൊസസറൊക്കെ വരുന്നതാണ്. LED ഫിംഗർ ഡിസ്പ്ലേ വരുന്ന സാധനമാണ്. ഇത് 36,000 റുപ്യാണ് പുതിയതിന്റെ വില. ഇതിപ്പോ നമ്മൾ മൈ മൊബൈലിൽ കൊടുക്കണ 26,900. നേരെ നമുക്ക് 10,000 രൂപ കുറച്ചിട്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് ഈ ഐറ്റം നമ്മൾ ചെയ്യുന്നത്. വിത്ത് 1 ഇയർ വാറണ്ടി, EMI റാമും 256 GB ഇന്റർണൽ മെമ്മറി വരുന്നുണ്ട്. 128 ആകുമ്പോൾ പിന്നെ ഇതിലും കുറയും, ഇനിയും കുറഞ്ഞിട്ട് 128 കിട്ടും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു പീസുകളാണ് കാണിച്ചത്. എത്ര ഐറ്റംസ് ഏത് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ വിവോന്റെ V70 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ്. അടിപൊളി ക്യാമറ കാര്യങ്ങളൊക്കെ 46,000 പുതിയതിന്റെ വില വരുന്നതാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളി വേണമെങ്കിൽ പൊട്ടിച്ച് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കട്ടോ. നല്ല അടിപൊളി മോഡലാണ്. എങ്ങനെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? കാണിച്ചുതരാം. ഇതാണ് അതിന്റെ മോഡൽ, പുതിയ മോഡൽ, നല്ല അടിപൊളി ഫോണാണ്. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ മൊത്തത്തിലുണ്ട്. നല്ല വൃത്തിയുള്ള നീറ്റ് അടിപൊളി കളറാണ്. മാറ്റ് ഫിനിഷും ആണ് വരുന്നത്. നല്ല അടിപൊളി കളറുമാണ്. അടിപൊളി കളറാണ്. ഇതിപ്പോ നമ്മള് കൊടുക്കുന്നത് 37,900. അതായത് 45,000 രൂപന്റെ ഐറ്റം നേരെ 46,000 നമ്മൾ ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് 37,000, അതായത് 9 സംതിങ് നമുക്ക് ഡയറക്റ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് അല്ലേ. പിന്നെ വിവോന്റെ V16e എന്ന മോഡല്, ഇത് ഏകദേശം പുതിയതിന് 32,000 വില വന്ന സാധനമാണ്. അതേ ഫ്രഷ് തന്നെയാണ്. നമുക്കിപ്പോൾ കൊടുക്കുന്നത് 27,000 റുപ്യ, 256 GB ഇന്റർണൽ മെമ്മറി. ഇതിന്റെ 128 ആണ് നിങ്ങൾക്ക് 24,900. 24,900 128. ഇത് 256 ആണെങ്കിൽ 27,000. നല്ല കിട്ടില്ല, അടിപൊളി സാധനമാണ്. നല്ല അടിപൊളി ലുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന സ്ലിം ആണ് വരുന്നത്. അടുത്ത് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു ഐറ്റം ആണ് നമ്മള് 200FE അല്ലേ. X200F ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് പീസ് ഒരു 3-4 മാസം ഇത് ഇറങ്ങിയിട്ടുള്ളൂ. ഇത് റയർ ആണ് ഈ സാധനം, പക്ഷെ നല്ല അടിപൊളി മൂവിംഗ് ഉള്ള സാധനമാണ്. ഇത് ഭയങ്കര ഹാൻഡി ആണ്, ഭയങ്കര ഹാൻഡി, ഭയങ്കര അടിപൊളി, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ ആണ്. പിന്നെ ഫോട്ടോ അതേപോലെ വീഡിയോഗ്രാഫിക്കും അടിപൊളി ഐറ്റം ആണ്. നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്ന ഒരു ഐറ്റം ആണ് അല്ലേ. എങ്ങനെയായിരുന്നു റേറ്റ്? ഇതിപ്പോ നമ്മള് പുതിയതിന് ഏകദേശം 55,000 റുപ്യാണ് വില വന്നിന്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് വെറും 43,000 റുപ്യക്ക്. ഏകദേശം ഒരു 10-12,000 രൂപ നമ്മൾ 6 മാസം കമ്പനി വാറണ്ടിയും കാര്യങ്ങളും ഉണ്ട്, എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് ഡെമോ വന്നാൽ യൂസ് ചെയ്തിട്ടില്ല, ഡെമോ വന്ന സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ V70 Elite, ഇത് V70 ഒന്നുകൂടി അടിപൊളിയായിട്ട് വന്ന സാധനമാണ്. V70 Elite ഒന്നുകൂടി ഫീച്ചേഴ്സ് അതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് അവരെ ഇറക്കിയിട്ടുള്ളത്. ഇത് 55,000 ആണ് പുതിയതിന്റെ വില വരുന്നത്. 12 GB റാം 256, 55,000. ഏറ്റവും 256 വരുന്ന 52 ആണ്. ഈ 55,000 റുപ്യന്റെ ഫോൺ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 46,900. ഏകദേശം 10-11,000 രൂപ ഡിഫറൻറ്റിലാണ് കൊടുക്കുന്നത്. ഇതിന്റെ 512 ആണെങ്കിൽ ഏകദേശം 49,900 കൊടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് മെമ്മറി അനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് അതിനും നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ 8 GB റാം 256 ആണെങ്കിൽ നമുക്കൊരു 44,900 ആ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡിൽ നമ്മുടെ അടുത്ത് S25 ഏകദേശം 6 മാസത്തോളം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡിസൈൻ ആണ് ഏറ്റവും ചെറിയൊരു ഫോണാണ്, പക്ഷെ നല്ല പക്ക ഒരു പ്രീമിയം ലെവലിലുള്ള ഫ്ലാഗ്ഷിപ്പ്. 75,000 ആണ് പുതിയതിന്റെ വില വന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന 46,900. ഏകദേശം 10-30,000 രൂപേന്റെ ഡയറക്റ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ അതേ പ്രൈസിന് ഫ്രഷ് ഫോണുകളാണ് നമ്മൾ പരിചയപ്പെട്ട്. ഇനിയിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ആള് ഇനിയിപ്പോ ഐഫോൺസ് നോക്കുന്നവരെ സംബന്ധിച്ച് ഐഫോണിന് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഐഫോണിൽ നമ്മൾ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐഫോണിൽ ഇത് 83,000 റുപ്യ പുതിയതിന് വില വന്ന iPhone 17 256 ആണ്. ഇതിപ്പോ നമ്മളെ മൈ മൊബൈലിൽ കൊടുക്കുന്നത് 73,900.
അപ്പോൾ അതാണ് നമുക്ക് ജസ്റ്റ് പിന്നെ വാറണ്ടി 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 73,900 ഇപ്പൊ കൊടുക്കണം നമ്മള്. 83,000 പുതിയതിന്റെ വില. ഏകദേശം നമുക്ക് ഒരു 10,000 അടുത്ത് തന്നെ നമുക്ക് ഡിഫറൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് 15 വരുന്നുണ്ട്, 14 വരുന്നുണ്ട്, 13 വരുന്നുണ്ട്, 12 Pro, 14 Pro, 13 Pro, 15 Pro, 13 എല്ലാ സീരീസിലും നമ്മളുണ്ട് ഐഫോൺ സെക്കൻഡ്സ് അവൈലബിൾ ആണ്. റേറ്റ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഏകദേശം 8 മാസത്തോളം വാറണ്ടി ഉണ്ട്. 44,900 കൊടുക്കുന്നത്. ഐഫോൺ 15 ഒക്ടോബർ വരെ വാറണ്ടി ബാക്കിയുള്ളതാണ്. അതേമാതിരി ഐഫോൺ 14 നമ്മൾ കൊടുക്കുന്ന നല്ല ഹൈലൈറ്റ് പ്രൈസ് ആണ് 28,500. നല്ല വൃത്തിയുള്ള പീസ് തന്നെയാണ്. സ്ക്രാച്ച് കാര്യങ്ങൾ ചെറുതായിട്ടുള്ളൂ, പക്ഷെ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. അതായത് 13 വിലക്കാണ് 14 കൊടുക്കുന്നത്. അതേമാതിരി 13 256 നമ്മൾ കൊടുക്കുന്നത് 29,500. 256 GB ഇന്റർണൽ മെമ്മറി ഉള്ളത് 29,500. പിന്നെ 12 Pro നമ്മൾ കൊടുക്കുന്നത് 256, നമ്മൾ കൊടുക്കുന്നത് 29,500. ചെറിയൊരു പ്രൈസിൽ നമുക്ക് നല്ല അടിപൊളി സാധനം. 12 Pro നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ 14 Pro കൊടുക്കുന്നത് 54,500. ഇതിന്റെ കൂടുതൽ നമ്മൾ കേബിള്, ഇതിന്റെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ അതേമാതിരി 13 Pro നമ്മൾ കൊടുക്കുന്നത് വെറും 44,000 രൂപയ്ക്കാണ്. ബെസ്റ്റ് പ്രൈസിന് നല്ല ക്ലീൻ നല്ല വൃത്തിയുള്ള പീസാണ്. 100 ബാറ്ററികൾ തന്നെ സെൽ ചേഞ്ച് ആണ്. ഇതിന് സെൽ ചേഞ്ച് അല്ലാത്തതാണെങ്കിൽ നമുക്കൊരു 41-39 റുപ്യ ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ കഴിയും. 15 Pro നമ്മൾ കൊടുക്കുന്നത് 67 റുപ്യക്കാണ്. ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. ഇതിന്റെ ഇ സിം വരുന്നുണ്ട് 63,000. പിന്നെ ഇതിന്റെ ബാറ്ററി ചേഞ്ചഡ് ആണ്. ബാറ്ററി ചേഞ്ചഡ് അല്ലാത്തതാണെങ്കിൽ നമുക്ക് 62 റുപ്യ 59 റുപ്യ ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ കഴിയും. പിന്നെ നമ്മുടെ അടുത്ത് 13 128 വരുന്നത് 24,000 റുപ്യ. അതുപോലെ നമ്മൾക്ക് ഫ്രഷ് ഫോണുകൾ നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, EMI സൗകര്യത്തിൽ നമ്മൾ ചെയ്തു തരും. ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. അതേമാതിരി നമ്മുടെ അടുത്ത് ആക്സറീസ് കാര്യങ്ങൾ എല്ലാം ബേസിക് ഫോണുകൾ വരുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഫോണുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പീക്കർ, ഇയർപോഡ്, അതുപോലെ നെക്ക് ബാൻഡ്, സ്പീക്കേഴ്സ്, പിന്നെ ആക്സറീസ്, പൗച്ചുകൾ, അതുപോലെ ലാമിനേഷൻ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സർവീസും ഉണ്ട്. സർവീസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് സർവീസും കൂടി ഒന്ന് കാണിച്ചു തരും. ഒരുപാട് സ്റ്റാഫ് അവിടെ ഉണ്ട്. ഐഫോണും ആൻഡ്രോയിഡും എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരി, നമുക്ക് ഉഷാറാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നല്ലൊരു ഫോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും നമുക്ക് നല്ല തൃപ്തിപ്പെടുത്തിയ അഡീഷണൽ ആയിട്ട് കുറച്ച് ആക്സറീസ് ഒക്കെ നമ്മളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നു മൈ മൊബൈലിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം ഒരു മൊബൈലിൻ്റെ വീഡിയോ കയറ്റി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടാണ് എല്ലാ പ്രൈസും, അത് ഫ്രഷ് ഫോണുകൾ വിത്ത് വാറണ്ടിയിലാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിലും നമുക്ക് EMI കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവർ ചെയ്തു തരുന്നുണ്ട്. ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഏറ്റവും നല്ല വിലക്കുറവിൽ നമുക്ക് തരുന്നത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ, അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടുന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ മാത്രമാണ് ഈ മൈ മൊബൈൽസിനുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരുടെ നമ്പറൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് വസീം സൈനിങ് ഓഫ്.